ഇതൊന്നും ആരും മേടിക്കാതെ കണ്ട് ഇതൊന്നും കൊടുക്കാനുള്ളതല്ല, അതൊക്കെ നമുക്ക് ഹാമ്പർ സെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അവിടെ പോയിട്ട് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്നൊന്ന് കണ്ടതാണ്, ഏകദേശം ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടേ. അങ്ങനെ ഇത്രയും സാധനങ്ങൾ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ഞാൻ. ഇതിപ്പോൾ എങ്ങനെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാമെന്ന് അറിയില്ലല്ലോ. അതിന് പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയിട്ട് ഇത് അതിലിടാം അത് ഇതിലിടാം എന്നൊക്കെ അവർ കൂലങ്കവശമായി ആലോചിച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. പറയാൻ പറഞ്ഞു, ഇത് ആരപ്പോൾ വർക്ക് തന്നല്ലേ, ഇത് നമ്മൾ ചെയ്തതിൽ ഏറ്റവും വലിയ വർക്കാണ് മാഷാഅല്ലാഹ്. ആൻഡ് ഇത് എന്നുള്ളത് നമ്മൾ റിജ്വാനാണ്, നമ്മളെ സ്വന്തം റിജ്വാനെ കൊട്ടിട്ട് ഓളക്കാൻ്റെ നിക്കാഹാണ്. അപ്പോൾ നമ്മളോട് ചെയ്തോന്ന് പറഞ്ഞു. വർക്ക് നമ്മൾ വിശ്വസിച്ച് ഒരു ഏൽപ്പിച്ചപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി, കാരണം അതൊരു അത്ഭുതകരമായ കാര്യമാണല്ലോ. ഇക്ക വാസ് വെൽ പ്ലാൻഡ് ആൻഡ് ഇക്കക്ക് എല്ലാത്തിനെ പറ്റി കൺസേൺ ആയിരുന്നു. ആൻഡ് ആ ഗേൾ ഈസ് വെരി ലക്കി ടു ഹാവ് ഹിം. അങ്ങനെ എല്ലാത്തിനും പറ്റിയ ആൾ നല്ല കൺസേൺ ഉണ്ടെങ്കിൽ ആൾ എന്നോട് പറയണമായിരുന്നു, നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോ, നിനക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്യണോ അങ്ങനെ തന്നെ ചെയ്തോ, ഒരു ഇതും വിചാരിക്കേണ്ടത്, ഫുള്ള് സ്വാതന്ത്ര്യം എനിക്ക് തരും ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ വാസ് സോ ഹാപ്പി ഫോർ ദാറ്റ്. അങ്ങനെ നമ്മൾ ഇത്ര വിശ്വസിച്ചൊരു പണി തന്നപ്പോൾ നമ്മൾ സെറ്റായിട്ട് ചെയ്ത് കൊടുക്കണ്ടേ, എന്നാലല്ലേ അതിലൊരു ഇതുള്ളൂ. എന്നാലും ചെറിയ അബദ്ധങ്ങളൊക്കെ പറ്റിയിരിക്കണ്. ആ അബദ്ധങ്ങളൊക്കെ ഇത് പാർട്ട് 1 തീരൂല, പാർട്ട് 2 ഒക്കെ ഉണ്ടാവും, ചിലപ്പോൾ 3 ഉണ്ടാവും, അതിൽ പറയാം കേട്ടോ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ആൻഡ് അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലെത്തി രാത്രി വാങ്ങിയിട്ട് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ആൻഡ് ഞാൻ അത് കഴിഞ്ഞിട്ട് തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങി, കാരണം മാക്സിമം ആകെ നമുക്ക് 2 ദിവസമല്ലേ ഇത്ര സാധനങ്ങൾ എടുക്കാനേ. അപ്പോൾ അതിൻ്റെ ഇടയിലാണെങ്കിൽ ഡ്യൂട്ടിക്കും പോകണം, അപ്പോൾ നൈറ്റ്സിലുള്ള നമുക്കിത് വർക്ക് ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഫാസ്റ്റായിട്ട് ടൈം വേസ്റ്റ് ചെയ്യാതെ തന്നെ ചെയ്യാൻ തുടങ്ങി. പിന്നെ നമുക്കൊരു ഹെൽപ്പറെ കിട്ടിയിട്ടുണ്ട്. ഹെൽപ്പറിൻ്റെ മുഖമൊക്കെ കുറച്ച് കഴിയുമ്പോൾ റിവീൽ ചെയ്യാം കേട്ടോ. ആൻഡ് അങ്ങനെ രാത്രി ഒരു 2 മണിയോളം ആയപ്പോഴത്തേക്ക് ഏകദേശം ഈ ഒരു പരുവത്തിൽ നമ്മൾ എത്തിച്ചു. ആൻഡ് നെക്സ്റ്റ് ഡേ ഒരു 5:30 ആയപ്പോഴത്തേക്ക് ഞാൻ 5 മണിയായപ്പോൾ എണീറ്റ് റെഡിയായി. 5:30 ആയപ്പോഴത്തേക്ക് ഞാൻ പോവാണ്, കാരണം ഇതിപ്പോൾ നമ്മുടെ വീട്ടിലല്ലേ, ഇതിപ്പോൾ ഓളെ വീട്ടിലെത്തിക്കണ്ടേ, അതാണ് ടാസ്ക്. അങ്ങനെ പിന്നെ ഇതൊക്കെ ആയിട്ട് ഞാൻ പോയി. ഇത്ര നേരത്തെ പോകണം എന്താണെന്ന് വെച്ചാൽ ഇതവിടെ കൊടുത്തിട്ട് വേണം പണിക്ക് പോകാനേ. അങ്ങനെ എന്തായാലും എല്ലാ സാധനങ്ങളുമായിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. ഇത്രയും ഒക്കെ ചെയ്ത് എന്നെ കണ്ട് എനിക്ക് എന്നോട് തന്നെ ബഹുമാനമായിപ്പോയി. എണീറ്റ് അങ്ങോട്ട് നിൽക്കണേ. അതൊക്കെ കഴിഞ്ഞ് ഈ ഒരു ലുക്ക് നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. ആൻഡ് ഇതൊന്നും ആയിട്ടില്ല, ഇതിങ്ങനെയൊക്കെ ആവണമെങ്കിൽ ഇനിയും ഒരുപാട് ഷോർട്സും വീഡിയോസും കണ്ടാലല്ലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ പാർട്ട് 2. എന്തായാലും പാർട്ട് 2 ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.